ഒരുപാട് സന്തോഷവും അതിശയവും തോന്നിയൊരു യാത്രയായിരുന്നു കേട്ടോ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇന്നത്തെ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നതായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നൊരു വ്രതം എടുത്തിരിക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ഏത് അമ്പലത്തിലേക്കാണ് പോവുക, എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു റീലിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അവിടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഏറെക്കുറെ 2.5 കിലോമീറ്ററാണ് ഈ അമ്പലത്തിലോട്ട് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ട് ഇവിടേക്ക് വരാണ് ചെയ്തത്. അപ്പോൾ അമ്പലവും കാര്യങ്ങളൊക്കെ തൊഴുതിറങ്ങി ആ സമയത്താണ് ഒരു സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്, മോളെ അകത്തേക്ക് പോകുക, ഒരു കേവ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെങ്ങനെ സംഭവിക്കുക. കയറി വരുമ്പോൾ അപ്പുറത്ത് കാണുന്നത് സിറ്റിയാണ്, നടു റോഡാണ് കാണുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ മുന്നോട്ട് നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ മോനെ ഈ കാണുന്നത് എന്താണെന്നറിയോ, ശിവൻ്റെ ശിലയാണ് കാണുന്നത്. ഒരു വലിയ പാറക്കല്ലിന്മേൽ ത്രിമൂർത്തികളുടെ വിഗ്രഹമല്ല ശില ഇവർ കൊത്തി വെച്ചിരിക്കുകയാണ്. ആദ്യം ശിവൻ്റെയാണ്, പിന്നെ വരുന്നത് മഹാവിഷ്ണുവിൻ്റെയാണ്, പിന്നെയുള്ളത് ബ്രഹ്മാവിൻ്റെയാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ആശ്ചര്യം തോന്നിയിട്ടാ. പുറത്ത് വലിയൊരു സിറ്റിയാണ്, ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളാണ്. അകത്ത് നോക്കുമ്പം കാണുന്നത് ഈ 3 പേരെയാണ്. അത് എന്തൊരു പീസ്ഫുള്ളാണെന്നറിയോ, എന്തോന്നറിയില്ല. ഞാൻ വന്ന സമയത്ത് ഇവിടെ തിരക്കൊന്നുമില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ടും മതിയാവുന്നില്ല, ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനും തോന്നുന്നില്ല. ഒരുപാട് അതിശയം തോന്നി. കാരണം വെറുതെ വീട്ടിലിരുന്നിരുന്നെങ്കിൽ എനിക്കിത് കാണാൻ പറ്റില്ലായിരുന്നു. ഒന്ന് അമ്പലത്തിലോട്ട് പോയിട്ട് നാമം ജപിക്കാമെന്ന് വിചാരിച്ച ഞാനാണ് ഇപ്പോൾ ഈ ഒരു അത്ഭുതം കണ്ടിട്ട് നിൽക്കുന്നത്. അപ്പോൾ പറയാൻ മറന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ്. അദ്ദേഹം ഇരിക്കുന്നത് ഒരു പാറയുടെ മുകളിലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്ഥാനമെന്ന് പറയുന്നത്. അത് തൊഴുത് ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നിങ്ങൾ താഴെ ഒരു ഗുഹ പോലെയാണ് എൻട്രൻസ് വരുന്നത്. അതിനുശേഷം ഇതേപോലെ വിശാലമായിട്ടുള്ള ഒരു ശില, അല്ലെങ്കിൽ ആ ഒരു പാറയമേൽ കൊത്തിവെച്ചിരിക്കുന്ന ശില നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടം, അങ്ങനെ കുറേ ഉണ്ട് കാണാൻ. അപ്പോൾ എനിക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു കാര്യമായിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണ് ഞാനിവിടെ വന്ന് പെട്ടത്.